1000 വർഷത്തിലധികം പഴക്കമുള്ള കൂത്താട്ടുകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2020 സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 5 കോടി രൂപയുടെ നവീകരണ പദ്ധതിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ IAS ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വളരെ ധന്യത അനുഭവിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഒന്ന്, ഈ ത്രിസന്ധിക്ക് നിറഞ്ഞ സദസ്സ്, ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയുടെ സമാരംഭം കുറിക്കുകയാണ്. ഇതിന് ഇടയാക്കിയ ഈ നാട്ടുകാരുടെ ഉപദേശക സമിതിയുടെയൊക്കെ അവരുടെ ഒരു ആത്മവിശ്വാസത്തിനും അവരുടെ ഇച്ഛാശക്തിക്കും കർമ്മശേഷിക്കും അതിൻ്റെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുകയാണ്. ഇത് സാധ്യമാക്കിയ ഗവൺമെൻറ്റിനും നമ്മൾ വളരെ കൃതജ്ഞതയോടുകൂടി ഗവൺമെൻറ്റിനെയും ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. ഗവൺമെൻറ്റിൻ്റെ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ വിഭവത്തിന് വേണ്ടി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അനേകം പദ്ധതികൾ മത്സരിക്കുമ്പോൾ കൂത്താട്ടുകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി 5 കോടി രൂപ മുമ്പത്തെ ബജറ്റിൽ മാറ്റിവെക്കുകയും അത് കൃത്യമായി ഭരണാനുമതി നൽകി ടൂറിസം വകുപ്പിനെ ഏൽപ്പിച്ച് ടൂറിസം വകുപ്പ് 2025 മാർച്ച് മാസത്തിൽ തന്നെ അത് ടെൻഡർ ചെയ്ത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സുകാരെ ഏൽപ്പിച്ച് ഈ പ്രവൃത്തി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ സർക്കാർ തലത്തിൽ നടത്തേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യവഹാരങ്ങളുണ്ട്, കോടതി കേസുണ്ട്, തർക്കങ്ങളുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടായിട്ടും ഈ കാര്യം ഇവിടം വരെ എത്തിക്കാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളുടെ ഇച്ഛാശക്തിയും ഗവൺമെന്റിന്റെ അനുഗ്രഹവുമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ദേവസ്വം ബോർഡ് മെമ്പർ കെ രാജു, നഗരസഭാ ചെയർമാൻ റിജി ജോൺ, ക്ഷേത്രം തന്ത്രി മനയത്താറ്റില്ലത്ത് പ്രകാശൻ നമ്പൂതിരി, നഗരസഭാ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രതിനിധികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അതിമനോഹരമായ ദാരുശില്പങ്ങൾ നിറഞ്ഞ ഈ ക്ഷേത്രം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തർ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രം സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുരേഷ് കുമാർ ജി, വൈസ് പ്രസിഡന്റ് PR വിജയകുമാർ, സെക്രട്ടറി D രാജേഷ്, ജോയിന്റ് സെക്രട്ടറി വിജയൻ കലമറ്റം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.